അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ഏറ്റവും നിർണായകമായ തീരുമാനം സർക്കാർ എടുക്കുകയാണ്. നിയമസഭാ സമ്മേളനത്തിൽ നാളെ സഭ സമ്മേളിക്കുമ്പോൾ MR അജിത് കുമാർ ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP സ്ഥാനത്ത് ഇല്ല. RSS കൂടിക്കാഴ്ച എന്നതിൽ DGP നൽകിയ വിശദീകരണമാണ് സർക്കാരിന് ഏറ്റവും നിർണായകമായത് ഈ നടപടിയിൽ എന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് സർക്കാരിനെ ഈ നടപടിയിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നയിച്ചത്? PV അൻവർ MLA ചില ആക്ഷേപങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുകയുണ്ടായി. ആ ആക്ഷേപങ്ങൾ വസ്തുതാപരമാണെങ്കിൽ തെളിവുകൾ നൽകണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. അതനുസരിച്ചിട്ടാണ് ഉദ്യോഗസ്ഥ സംഘത്തെ തന്നെ അന്വേഷിക്കാൻ DGP അടക്കമുള്ള ഒരു നല്ല സംഘത്തെ സർക്കാർ നിയോഗിച്ചത്. PV അൻവർ ആ അവസരം ഉപയോഗിച്ചതായി കാണുന്നില്ല. അദ്ദേഹം പൊതുമണ്ഡലത്തിൽ ഉന്നയിച്ചിട്ടുള്ള ആക്ഷേപങ്ങൾക്ക് തെളിവുകൾ ആവശ്യമുണ്ട്. ആ തെളിവുകൾ ലഭ്യമായാൽ ADGP എന്നല്ല ഏത് കുറ്റം ചെയ്യുന്ന ഉദ്യോഗസ്ഥനും കേരള സർക്കാരിന്റെ സർവീസിലുണ്ടാവില്ല. ഇന്നലെ തന്നെ കേരളത്തില് ഒരാളെ പിരിച്ചുവിട്ടത്, ഉയർന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടത് നമ്മൾ കണ്ടു. അതുകൊണ്ട് കുറ്റവാളികളെ വെച്ചുകൊണ്ടിരിക്കുന്ന നയം ഈ സർക്കാരിനില്ല എന്ന് വളരെ വ്യക്തമാണ്. അത് ADGPക്കും ബാധകമാണ്. പക്ഷേ അൻവർ തെളിവ് കൊടുത്തില്ല എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. വിജിലൻസുമായി ബന്ധപ്പെട്ട് അൻവറിന്റെ കയ്യിലുള്ള ഒരു ആധാരത്തിന്റെ കോപ്പി കിട്ടിയാൽ ഉടൻ തന്നെ പുറത്താക്കാവുന്നുള്ളൂ എന്നാണ് അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. വിജിലൻസുകാരെ മലപ്പുറത്ത് ചെന്ന് കാത്തു കിടന്നിട്ട് മൊഴി കൊടുക്കാൻ തയ്യാറായില്ല. നാളെ രാവിലെ മൊഴി കൊടുക്കാമെന്നാണ് പറയുന്നത്. എന്തിനാണ് അൻവർ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്? അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത്, അൻവർ ഉന്നയിച്ച മുഴുവൻ പ്രശ്നങ്ങൾക്കും തെളിവുകൾ നൽകിയാൽ അതിന് കേരളത്തിലും തീരുമാനമുണ്ടാക്കും. അങ്ങനെ ചെയ്യുന്നൊരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഇപ്പോൾ ഉയർന്നു വന്ന പ്രശ്നം ADGP RSS നേതാക്കളെ കാണാൻ പോയി എന്നത് സംബന്ധിച്ചാണ്. രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും സന്ദർശിക്കുന്നതും ഭരണകാര്യങ്ങളിൽ ധാരണകൾ ഉണ്ടാക്കി മുന്നോട്ട് പോകുന്നതും പുതിയ കാര്യമേ അല്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലും കാണുന്നതും കാണാതിരിക്കുന്നതൊന്നും ഏതെങ്കിലും നടപടിയുടെ വിഷയമാണ് എന്ന് ചട്ടപ്രകാരം നമുക്ക് പറയാനാവില്ല. പക്ഷെ ഇവിടെ അദ്ദേഹം തന്റെ ഔദ്യോഗിക വാഹനം ഉപയോഗിച്ച് ദുരൂഹമായ നിലയിൽ അവിടെ പോയി എന്നുള്ളത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. ഇന്ന സർവീസിന്റെ ആവശ്യത്തിന് ഞാൻ അവിടെ പോയിട്ടുള്ളതാണെന്ന് അദ്ദേഹത്തിന് വെളിപ്പെടുത്താവുന്നുള്ളൂ. അതിന് അദ്ദേഹം അശക്തനായത് വ്യക്തിപരമായ താല്പര്യങ്ങൾ വെച്ച് കേന്ദ്ര സർവീസുമായി ബന്ധപ്പെട്ട് തന്റെ താല്പര്യങ്ങൾ നടപ്പാക്കാനായിരിക്കാം, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രതീക്ഷകളുടെ ഭാഗമായിരിക്കാം. അത് അനുചിതമാണ് എന്ന് സർക്കാർ കണ്ടപ്പോൾ ക്രമസമാധാന ചുമതലയിൽ ആ തരത്തിൽ പെരുമാറുന്നൊരു ഉദ്യോഗസ്ഥൻ, പ്രത്യേകിച്ച് വർഗീയവൽക്കരണത്തിന്റെ ഒരു അന്തരീക്ഷം ശക്തിപ്പെടുത്താൻ RSSും ജമാഅത്തെ ഇസ്ലാമിയും പരസ്പരം മത്സരിക്കുന്നൊരു കേരളത്തിൽ RSSന് ഒരു സന്ദർശനത്തിലൂടെ നിലപാട് സ്വീകരിച്ച ഒരാൾ പോകാൻ പാടില്ലായിരുന്നു. എന്നാൽ ഇദ്ദേഹം തന്നെ പാണക്കാട് തങ്ങളെ കയ്യിലെടുത്തതുപോലെ വയനാട്ടിൽ അദ്ദേഹത്തെ മാനിച്ചുകൊണ്ട് തന്നെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടു. അതിന് നമ്മൾ നടപടി എടുത്തിട്ടില്ല. പ്രതിപക്ഷ നേതാക്കന്മാരെയും ഒക്കെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കാണുകയും ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നത് സ്വാഭാവികമാണ്. പക്ഷെ ഇവിടെ അദ്ദേഹം ഔദ്യോഗിക വാഹനം ഉപയോഗിച്ചു. ഔദ്യോഗികമായ രൂപത്തിലല്ല, വ്യക്തി താല്പര്യങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു. ശ്രീ അനിൽകുമാർ, ഇപ്പോൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ നിലപാടെടുക്കൂ എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ച് വാർത്താ സമ്മേളനങ്ങൾ പറയുന്നുണ്ട്. സാങ്കേതികമായി ഭദ്രമായിരുന്നു അത് അദ്ദേഹം പറയുന്നത്. അങ്ങനെയല്ല, ഇപ്പോൾ തന്നെ നിലപാടെടുക്കണം, നടപടിയെടുക്കണം എന്നൊന്നും ആർക്കും പറയാൻ കഴിയില്ല. പക്ഷേ ഈ MR അജിത് കുമാറിന്റെ RSS മേധാവികളുടെ സന്ദർശനം എന്ന് പറയുന്നത്, നമ്മൾ തമ്മിൽ തന്നെ നേരത്തെയും ഇത് സംസാരിച്ചിട്ടുണ്ട് ശ്രീ അനിൽകുമാർ, അത് ഏതാണ്ട് 1 വർഷം പഴക്കമുള്ള ഒന്നാണ്. സർക്കാരിന് മുന്നിൽ കൃത്യമായി അത് സംബന്ധിച്ച വിവരങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് തോന്നാത്ത സംശയം PV അൻവറിന്റെയും ശ്രീ VD സതീശന്റെയും വെളിപ്പെടുത്തൽ ശേഷമാണ് സർക്കാർ അത്തരമൊരു അന്വേഷണത്തിലേക്ക് പോയത്. RSS നേതാക്കളെ കണ്ടു എന്ന വിവരം തന്നെയല്ലേ 1 വർഷം മുൻപും സർക്കാരിന് മുന്നിൽ എത്തിയിരുന്നത്? അത് മാധുന വരെ എവിടുന്ന് കിട്ടിയത് എനിക്ക് മനസ്സിലായിട്ടില്ല. ഇന്റലിജൻസ് അസാധാരണമായ കാര്യങ്ങളാണ് സാധാരണഗതിയിൽ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുക. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ രാഷ്ട്രീയ നേതാക്കളെ കാണുന്നതും ഇപ്പോ ഈ RSSന്റെ ഈ നേതാക്കന്മാരെന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർക്കാർ അവർക്ക് ഉയർന്ന പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ള വിഭാഗമാണ്. രാഹുൽ ഗാന്ധി നമ്മുടെ കേരളത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധിയെ സീനിയർ ഉദ്യോഗസ്ഥന്മാർ സന്ദർശിച്ച് അദ്ദേഹത്തോട് സംസാരിച്ച് സെക്യൂരിറ്റി സംബന്ധിച്ചുള്ള ആശയങ്ങൾ കൈമാറേണ്ടത് അവരുടെ ചുമതലയാണ്.
അല്ല, പ്രതിപക്ഷ നേതാവ് ഇപ്പൊ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവാണ്. അല്ല, അദ്ദേഹം രാഹുൽ വന്നപ്പോൾ തന്നെ ഗാന്ധി കാണാൻ കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്ത ഒരു MP ആണ്. അതുപോലെയല്ലല്ലോ RS നേതാക്കൾ. ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തെയും RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ വരുമ്പോഴൊക്കെ MR അജിത് കുമാർ പോയി കാണുന്നതും ഒരേ സ്വാഭാവികതയോടെയാണോ സർക്കാരും സംവിധാനങ്ങളും നോക്കിക്കാണുന്നത് ശ്രീ അനിൽകുമാർ? പറയട്ടെ, ഞാനൊന്ന് പറയട്ടെ. ഇസഡ് കാറ്റഗറിയുള്ള ഒരാൾ, അദ്ദേഹത്തിന് അവിടെ സംരക്ഷണം പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ആ ഒരുക്കിയ സ്ഥലത്ത് സംരക്ഷണം മതിയായതാണോ നോക്കാൻ കുപ്പായം ധരിച്ച് തൊപ്പിയും വെച്ച് തന്റെ ഔദ്യോഗിക വാഹനത്തിൽ പോകാൻ അവകാശമുള്ള ഒരു ഉദ്യോഗസ്ഥരാണ് അദ്ദേഹം. അദ്ദേഹം അങ്ങനെ പോയില്ല. അദ്ദേഹത്തിന്റെ വസ്ത്രം, യൂണിഫോം ഉപേക്ഷിച്ച് പോയത്. അതെ. അപ്പൊ സ്വാഭാവികമായും അനുചിതമായൊരു കാര്യം അതില് ഇത് സർക്കാരിന് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് കിട്ടിയോന്ന് ചോദിച്ചാലും കിട്ടിയില്ല എന്ന് ചോദിച്ചാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വസ്തുതാപരമായ ഒരു വിവരം ഇല്ലാത്തതാണ്. സർക്കാരിന്റെ ശ്രദ്ധയിൽ വന്നപ്പോൾ പരിശോധന നടത്തിയപ്പോൾ DGP അതുമായി ബന്ധപ്പെട്ട് ഈ ശ്രദ്ധയിൽ വന്നത് ശ്രീ അനിൽകുമാർ അങ്ങ് വളരെ കൃത്യമായി വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. അതായത് VD സതീശനും PV അൻവറും പറഞ്ഞപ്പോൾ മാത്രമാണോ സർക്കാരിന്റെ ശ്രദ്ധയിൽ ഇക്കാര്യം വന്നത്? ഈ ഒരു വർഷം മുമ്പ് നടന്ന സന്ദർശനം, അതും തുടർച്ചയായി ഈ ദത്താത്രേയ ഹൊസബള വന്നപ്പോഴും രാം മാധവ് വന്നപ്പോഴും അതിനുശേഷം ആരാണ് മൂന്ന് RSS നേതാക്കളുമായിട്ട് വത്സൻ തില്ലങ്കേരിയുമായി കൂടിക്കാഴ്ച നടത്തി. ഒരു ദേശീയ നേതാവുമായി 3 ദേശീയ നേതാക്കളും വത്സൻ തില്ലങ്കേരിയുമായിട്ടാണ് കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ മോഹൻ ഭാഗവത് വന്നപ്പോഴും കൂടിക്കാഴ്ച നടത്തിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ 3 നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് സംബന്ധിച്ച് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ വന്ന വെളിപ്പെടുത്തലുകൾ മാത്രമാണോ സർക്കാരിന് മുന്നിൽ വന്നത്? അത് മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി RSS നേതാക്കളെ കണ്ടുവന്ന VD സതീശന്റെ കളവ് തന്നെയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും ഒരു നിയമ നടപടിയും നേരിടുന്നില്ല. നമ്മുടെ രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിൽ ഒരു നിയമ നടപടിയും വ്യക്തിപരമായി അവർ നേരിടുന്നില്ല. ഞാൻ ആ ചോദ്യം അങ്ങോട്ട് ചോദിച്ചപ്പോൾ ഒരു അപേക്ഷയായിട്ടാണ് ചോദിച്ചത് ശ്രീ അനിൽകുമാർ. അത് ഡയറക്റ്റ് ഉത്തരം പറയുമോ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ മാത്രമാണോ സർക്കാരിന് മുന്നിൽ ആ വിവരം വന്നത് എന്നുള്ളതായിരുന്നു. തുടർച്ചയായി RS നേതാക്കൾ വരുമ്പോൾ MR അജിത് കുമാർ പോയി കാണുന്നുണ്ട്, ഹൃദയം കൈമാറുന്നുണ്ട് എന്ന വിവരം സർക്കാരിന് മുന്നിൽ വന്നത് ഇപ്പോൾ മാത്രമാണോ? അത് തന്നെയാണ് എന്റെ മറുപടി. ഇന്റലിജൻസിന് ADGP ഉണ്ട്. ആ ADGPയുടെ മുകളിൽ DGP ഉണ്ട്. ആ DGP ഇപ്പോഴാണ് സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനയിൽ ഒരു അനുചിതമായ സന്ദർശനമായിരുന്നു എന്ന് എഴുതി നൽകിയപ്പോൾ ആഭ്യന്തര സെക്രട്ടറിക്ക് കിട്ടിയ കടലാസ് മുഖ്യമന്ത്രിക്ക് വന്നു. മുഖ്യമന്ത്രി നടപടിയിലേക്ക് പോയി. ഇപ്പോഴാണ് DGP അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ നടപടിയിലേക്ക് പോയി. അതിനപ്പുറം അസാധാരണമായ ഒരു കാര്യമായി പോലീസിന് തോന്നിയിരുന്നില്ല. അതാണ് ഞാൻ ചോദിച്ചത്. അസാധാരണമായ ഒരു നടപടിയാണ് എന്ന് അന്ന് തോന്നിയിരുന്നോ എന്നാണ് ഞാനും ചോദിച്ചത്. തോന്നിയിരുന്നില്ല എന്നുള്ളതാണ്. അസാധാരണമായ നടപടിയായി സർക്കാരിന് തോന്നിയിരുന്നില്ല. സർക്കാരിന് അങ്ങനെ തോന്നണമെങ്കിൽ ഇന്റലിജൻസ് സംവിധാനവും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ അത് അസാധാരണമായ സന്ദർശനമാണ്, വേണമെങ്കിൽ അന്വേഷിക്കണമെന്ന് തരത്തിലുള്ള ഒരു സൂചന നൽകണമായിരുന്നു. അങ്ങനെ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. വളരെയധികം നന്ദി ശ്രീ K. അനിൽകുമാർ ഞങ്ങളോട് പ്രതികരിച്ചതിനായി.